ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് ടൈലർ സീരീസ് ആൻഡ് മെക്ലോറിൻ സീരീസ്. അപ്പോൾ അത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സീരീസ് ആണ്. ഓക്കെ, നമുക്കിതിൽ ഫസ്റ്റ് നോക്കാനുള്ളത് ടൈലർ സീരീസ് ആണ്. ദെൻ മെക്ലോറിൻ സീരീസിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഡെഫിനിഷൻ: ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ വിത്ത് ഡെറിവേറ്റീവ് ഓഫ് ഓൾ ഓർഡേഴ്സ് ത്രൂ ഔട്ട് സം ഇൻ്റർവൽ കണ്ടെയ്നിങ് എക്സ് നോട്ട് ആസ് ആൻ ഇൻറ്റീരിയർ പോയിന്റ്. അപ്പോൾ നമ്മൾ എന്തെടുത്തു? എഫ് ഒരു ഫംഗ്ഷൻ എടുത്തു, അതിൻ്റെ എല്ലാ ഓർഡറിലുള്ള ഡെറിവേറ്റീവ്സും ഒരു ഇൻ്റർവലിനുള്ളിൽ എടുത്തു. ആ ഇൻ്റർവലിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ആ ഇൻ്റർവലിനുള്ളിലായിരിക്കണം എക്സ് നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻറ്റീരിയർ പോയിന്റ് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ദെൻ ദി ടൈലർ സീരീസ് ജനറേറ്റഡ് ബൈ എഫ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട്. ഒരു പെർട്ടിക്കുലർ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടൈലർ സീരീസ് പറയുന്നത്. അപ്പോൾ എഫ് അറ്റ് ദി പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ കെ ഈക്വൽ ടു 0 to infinity എഫ് റേസ് ടു കെ എക്സ് നോട്ട് ഡിവൈഡ് ബൈ കെ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ഓൾ റേസ് ടു കെ. ഇവിടെ എഫ് റേസ് ടു കെ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ കെത്ത് ഡെറിവേറ്റീവ് എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഡെറിവേറ്റീവ് നമ്മൾ എഫ് ഡാഷിനെ റെപ്രസെൻറ്റ് ചെയ്യും. എഫ് ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിരുന്നു. അങ്ങനെ കേത്ത് ഡെറിവേറ്റീവ് ആണ് എഫ് റേസ് ടു കെ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ഓൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. nth ടേം എന്ത് വരിക? എഫ് റേസ് ടു എൻ ഓഫ് എക്സ് നോട്ട് ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ഓൾ റേസ് ടു എൻ പ്ലസ് എക്സെട്ര എന്ന് പോകും. ഓക്കെ, അപ്പോൾ ഒരു ടൈലർ സീരീസിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കാം. The Maclaurin series generated by f is the Taylor series generated by f at x is equal to 0. അപ്പോൾ നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ പോയിന്റ് എടുത്തിട്ടുള്ളത്. ആ ഇൻറ്റീരിയർ പോയിന്റ് എക്സ് നോട്ട് പകരം 0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് എങ്കിൽ ഈ ടൈലർ സീരീസ് എന്തായിട്ട് മാറും? മെക്ലോറിൻ സീരീസ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് സമ്മേഷൻ കെ ഈക്വൽ ടു 0 to infinity എഫ് റേസ് ടു കെ ഓഫ് 0 ബൈ കെ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റേസ് ടു കെ. കാരണം എക്സ് മൈനസ് എക്സ് നോട്ട് എന്തായിട്ട് മാറി? എക്സ് മൈനസ് 0, ദാറ്റ് ഈസ് എക്സ് റേസ് ടു കെ equal to f of 0 plus f dash of 0 by 1 factorial into x plus f double dash of 0 by 2 factorial into x square plus etc. f raised to n of x 0 divided by n factorial into x raised to n plus etc. Okay, that is അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, എക്സെട്ര, nth ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, എക്സെട്ര. അതിലൊക്കെ എന്ത് ചെയ്യുക? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ എക്സ്പെൻഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്നിട്ട് അതിൻ്റെ മെക്ലോറിൻ സീരീസ് കിട്ടും. അപ്പോൾ ടൈലർ സീരീസ് അറ്റ് ദി പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ് എന്ത് പറഞ്ഞാൽ മെക്ലോറിൻ സീരീസ്. ഓക്കെ, അപ്പോൾ ടൈലർ സീരീസിൻ്റെ ഒരു പെർട്ടിക്കുലർ കേസ് ആണ് എന്ത്? മെക്ലോറിൻ സീരീസ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ടൈലർ പോളിനോമിയൽസ്. എന്താണ് ടൈലർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ? ടൈലർ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് അറിയാവുന്ന സമ്മേഷൻ ഈക്വൽ ടു 0 to infinity ആയിരുന്നു. അതേ ഒരു പെർട്ടിക്കുലർ കെ ഈക്വൽ ടു 0 to n വരെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ടൈലർ പോളിനോമിയൽ എന്ന് വിളിക്കാം. ഓക്കെ, നോക്കാം. Let f be a function with the derivatives of order k for k equal to 1, 2, 3, etc. to m in some interval containing x naught as an interior point. Then for any integer n from 0 through m, the Taylor polynomial of order n is generated by f at x is equal to x naught is the polynomial, that is Pn of x നമ്മൾ denote ചെയ്യും. That is f of x naught plus f dash of x naught in divided by 1 factorial into x minus x naught plus f double dash of x naught divided by 2 factorial into x minus x naught square plus etc. f raised to k into x naught by k factorial into x minus x naught all raised to k plus etc. nth term വരെ നമ്മൾ എടുക്കണം. that is f raised to n of x naught by n factorial into x minus x naught all raised to n. അപ്പോൾ നമുക്കിത് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇതിൻ്റെ nth പാർഷ്യൽ സം ആണ്. ടൈലർ സീരീസിൻ്റെ nth പാർഷ്യൽ സം ആണ് അതിൻ്റെ എന്ത്? ടൈലർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ. അതായത് n വരെയുള്ള സമ്മേഷൻ നമുക്ക് ആവശ്യമുള്ളൂ. അതാണ് ടൈലർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, then a remark: we speak of Taylor polynomial of order n rather than degree n because f raised to n of a may be 0. അപ്പോൾ ഡിഗ്രി അല്ല, നമ്മൾ അതിൻ്റെ ഓർഡർ ആണ് നമ്മൾ പറഞ്ഞത് nth ഓർഡർ എന്ന് പറയാൻ കാരണം ചിലപ്പോൾ എഫ് റേസ് ടു n of 0 ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? 0 വരാൻ ചാൻസ് ഇല്ല. കാരണം നമ്മൾ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എടുത്താൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിന് എന്താ 0 വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ഓർഡർ n നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. The first two Taylor polynomial of cos x at x is equal to 0 are p naught of x is equal to 1 and p1 of x is equal to 1. അപ്പോൾ കോസ് എക്സിൻ്റെ ഫസ്റ്റ് രണ്ട് ടൈലർ പോളിനോമിയൽസ്, അതായത് p1 ഉം p2 എന്താ p0 ഉം p1 എന്താ 1 ഉം ആണ് വരിക. ഹെൻസ് ദ ഫസ്റ്റ് ഓർഡർ ടൈലർ പോളിനോമിയൽ ഓഫ് കോസ് എക്സ് ഹാസ് ഡിഗ്രി 0 നോട്ട് 1. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ടൈലർ സീരീസിൻ്റെ പോളിനോമിയൽസിൻ്റെ ഡിഗ്രി എത്രയാണ്? 0 ആണ്, 1 അല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Find the Taylor series generated by f of x is equal to e raised to x at x is equal to 1.
എക്സ് ഇസ് ഈക്വൽ ടു 1 ആവുന്നതിന് കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സിൻ്റെ ടൈലർ സീരീസ് നമുക്ക് കണ്ടുപിടിക്കാം. വേർ ഈസ് എനിവേർ ഡസ് ദ സീരീസ് കൺവേർജ്, എവിടെ വെച്ചാണ് അത് ആ സീരീസ് കൺവേർജ് ആവും നമുക്ക് ചെക്ക് ചെയ്യും വേണം. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് തന്നിട്ടുണ്ട്. ദെൻ എക്സ് നോട്ട് എന്താ തന്നിട്ടുണ്ട്, 1 തന്നിട്ടുണ്ട്. സോ നമുക്ക് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഫ് ഡാഷ് കണ്ടുപിടിക്കണം, എഫ് ഡബിൾ ഡാഷ് കണ്ടുപിടിക്കണം, എക്സെട്ര എഫ് റേസ് ടു എൻ ഒക്കെ കണ്ടുപിടിക്കണം. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് നോട്ട് ദാറ്റ് ഈസ് എഫ് ഓഫ് 1 ഈക്വൽ ടു എന്ത് വരും, ഇ വരും. എഫ് ഡാഷ് ഓഫ് എക്സ്, ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേഷൻ എന്താണ്, ഇ റേസ് ടു എക്സ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ എഫ് ഡാഷ് ഓഫ് 1 എന്ത് വരും, 1 ഇ തന്നെ വരും. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്താണ്, ഇ റേസ് ടു എക്സ് ആണ്, അതിൻ്റെ എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 എന്ത് വരും, ഇ വരും, എക്സെട്ര. എഫ് റേസ് ടു എൻ ഓഫ് എക്സും ഇ റേസ് ടു എക്സ് ആണ്, അതിൻ്റെ എഫ് റേസ് ടു nth ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് 1 ഈക്വൽ ടു എന്താണ്, ഇ എന്ന് വരിക, എക്സെട്ര അങ്ങനെ പോകും. Therefore, the Taylor series generated by f of x is equal to e raised to x at the point x is equal to 1 എന്താ വരിക, ആ എക്സ്പാൻഷൻ നമ്മൾ കൊടുക്കുക. f of 1 plus f dash of 1 by 1 factorial into x minus 1 plus f double dash of 1 by 2 factorial into x minus 1 square plus etc. f raised to n of 1 by n factorial into x minus 1 all raised to n വരെ അതിൻ്റെ ചില പോളിനോമിയൽ സീരീസ് ഉണ്ടെങ്കിൽ പ്ലസ് എക്സെട്ര ഇനി ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ദെൻ ഇവിടെ പ്ലസ് എക്സെട്ര ഇട്ട് കൊടുക്കണം. നമുക്ക് ടൈലർ പോളിനോമിയൽ അല്ല ചോദിച്ചിട്ടുള്ളത്, ടൈലർ സീരീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇ പ്ലസ് ഇ ബൈ 1 factorial into x minus 1 പ്ലസ് ഇ ബൈ 2 factorial into x minus 1 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ഇ ബൈ എൻ factorial into x minus 1 all raised to n പ്ലസ് എക്സെട്ര ഇങ്ങനെ പോകും. എല്ലാത്തിലും ഈ കോമൺ ആയിട്ട് വരുന്നുണ്ട്. സോ ഈ നമ്മൾ പുറത്തെടുത്തു. ദെൻ 1 പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് 1 ബൈ 2 factorial into x minus 1 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 1 ബൈ n factorial into x minus 1 all raised to n പ്ലസ് എക്സെട്ര എന്ന് കിട്ടി. ഓക്കെ, ദെൻ അതാണ് അതിൻ്റെ എന്തെന്ന് പറഞ്ഞാൽ ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷൻ. നമുക്കിവിടെ സിഗ്മ നൊട്ടേഷൻ അതിനെ എങ്ങനെ മാറ്റാൻ പറ്റും, ഇ ഇൻറ്റു സമ്മേഷൻ n ഈക്വൽ ടു 0 to infinity 1 by n factorial into x minus 1 all raised to n. ഇതാണ് അതിൻ്റെ ടൈലർ പോളിനോമിയൽ അല്ല ടൈലർ സീരീസ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഇൻ ദി അബവ് സീരീസ് കോഎഫിഷ്യൻറ്റ് അബവ് പവർ സീരീസ് കോഎഫിഷ്യൻറ്റ് എക്സ് മൈനസ് 1 ഓൾ റേസ് ടു n എന്താണ്, എ എൻ ആണ്, ഈക്വൽ ടു 1 by n factorial ആണ്. നമുക്ക് ഇതിവിടെ കൺവേർട്ട് ചെയ്യുന്നത് കണ്ടുപിടിക്കാം. സോ എ എൻ ഈക്വൽ ടു 1 by n factorial ആണെങ്കിൽ എ എൻ പ്ലസ് 1 എന്ത് വരും, 1 by n plus 1 factorial. Therefore, limit n tending to infinity a n plus 1 by a n equal to എന്ത് വരും, limit n tending to infinity n factorial by n plus 1 factorial. n factorial divided by n plus 1 factorial എന്താണ്, n factorial എന്താണ്, n വരെയുള്ള നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, n plus 1 factorial ആണെങ്കിൽ n plus 1th നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾ. സോ അത് നമ്മൾ n factorial രണ്ടെന്ന് കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ലിമിറ്റ് n tending to infinity 1 by n plus 1 വരും. ലിമിറ്റ് n tending to infinity 1 by n plus 1 ആണ് എന്താണ്, ഈക്വൽ ടു 0 ആണ്. സോ ഇവിടുത്തെ എൽ ഈക്വൽ ടു 0 കിട്ടി, ദെൻ ആർ ഈക്വൽ ടു ഇൻഫിനിറ്റി ആയിട്ട് വരും. ഹെൻസ് ബൈ റേഷ്യോ ടെസ്റ്റ് ഫോർ പവർ സീരീസ് വി ഗെറ്റ് ദി റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്താണ്, ഇൻഫിനിറ്റി ആണ്. ദാറ്റ് ഈസ് ദ സീരീസ് കൺവേർജസ് ഫോർ ഓൾ എക്സ്. ഏതൊരു എക്സ് എടുത്താലും എന്താണ്, ആ സീരീസ് എന്താണ് അവിടെയൊക്കെ കൺവേർജിങ് ആയിരിക്കും. ഓക്കെ, therefore the Taylor series generated by f of x is equal to e raised to x at x is equal to 1 converges for all x. അപ്പോൾ f of xൻ്റെ പവർ സീരീസ് അതിൻ്റെ പവർ സീരീസ് ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അത് ടെസ്റ്റ് വെച്ചിട്ട് റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, അത് എവിടെയാണ് കൺവേർജ് ചെയ്യുന്നതും കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, ടൈലർ സീരീസ് അറ്റ് എ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ടൈലർ സീരീസ് ആൻഡ് ടൈലർ പോളിനോമിയൽ ജനറേറ്റഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2. സൈൻ എക്സിൻ്റെ കറസ്പോണ്ടിങ് ടൈലർ സീരീസ് എന്താണ്, അത് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2 ആകുമ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ്, എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2 അതിൻ്റെ ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷൻ നമുക്ക് എഴുതണം. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ആണെങ്കിൽ അതിൻ്റെ എഫ് ഡാഷ് എടുക്കണം, എഫ് ഡബിൾ ഡാഷ് എടുക്കണം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൈ ബൈ 2 വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ആണെങ്കിൽ എഫ് ഓഫ് പൈ ബൈ 2 സൈൻ പൈ ബൈ 2 എന്താണ്, 1 ആണ്. ദെൻ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് എക്സ്. ദെൻ എഫ് ഡാഷ് ഓഫ് പൈ ബൈ 2 എന്ത് വരും, കോസ് പൈ ബൈ 2 എന്നാൽ 0 പോകും, എക്സെട്ര. എഫ് റേസ് ടു 2n ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും, -1 ഓൾ റേസ് ടു സൈൻ എക്സ്. അതിൻ്റെ പൈ ബൈ 2 കൊടുക്കുമ്പോൾ എന്ത് വരും, -1 ഓൾ റേസ് ടു വരും. എഫ് റേസ് ടു 2n പ്ലസ് 1 ഓഫ് എക്സ് എന്ത് വരും, -1 ഓൾ റേസ് ടു n പ്ലസ് 1 കോസ് എക്സ്. ദാറ്റ് ഈസ് അതിൻ്റെ നമ്മൾ പൈ ബൈ 2 കൊടുക്കുമ്പോൾ ഈക്വൽ ടു 0 വരും, എക്സെട്ര പോകും. Then the Taylor series generated by f of x equal to sin x at x is equal to pi by 2 എന്ത് വരിക, ഒരു വാല്യൂ അത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. ദെൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് അതിൻ്റെ വാല്യൂ 0 ആയിട്ട് പോയി, ദെൻ -1, ദെൻ അങ്ങനെ ആൾട്ടർനേറ്റീവ്ലി ഇങ്ങനെ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് എഫ് ഓഫ് പൈ ബൈ 2 പ്ലസ് എഫ് ഡാഷ് ഓഫ് പൈ ബൈ 2 ബൈ 1 factorial into x minus pi by 2 പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് പൈ ബൈ 2 ബൈ 2 factorial into x minus pi by 2 ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എഫ് റേസ് ടു n ഓഫ് പൈ ബൈ 2 ബൈ n factorial into x minus pi by 2 all raised to n plus etc. ഇങ്ങനെ പോകും. ഫസ്റ്റ് എഫ് ഓഫ് പൈ ബൈ 2 1 ആണ്, ദെൻ എഫ് ഡാഷ് 0 പോയി,
then minus 1 by 2 factorial into x minus pi by 2 square plus 0 plus 1 by 4 into x minus pi by 2 all raised to 4. അപ്പോൾ അതിൻ്റെ ഈവൻ പവേഴ്സിൽ മാത്രം എന്തുണ്ടായിരിക്കും ടേംസ് ഉണ്ടായിരിക്കും, ബാക്കിയൊക്കെ എന്ത് ചെയ്യും സീറോ പോകും. that is summation n equal to 0 to infinity minus 1 all raised to n by 2n factorial into x minus pi by 2 all raised to 2n ആണ് എന്ത് sin x ൻ്റെ at x is equal to pi by 2 അതിൻ്റെ ടൈലർ സീരീസ് എക്സ്പ്രഷൻ. Since f raised to n plus 1 equal to 0 for all n equal to 0, 1, 2, 3, etc., the Taylor series or a Taylor polynomial of order 2n and 2n plus 1 are identical for n equal to 0, 1, 2, etc., n equal to 0, 1, 2, 3, etc. corresponding ആയിട്ടുള്ള അതിൻ്റെ പവർ ടൈലർ സീരീസ് പോളിനോമിയൽ പി 2n ഉം പി 2n plus 1 ഉം ഐഡൻറ്റിക്കൽ എന്ന് പറഞ്ഞു, എല്ലാം ഈക്വൽ നമ്മൾ പറഞ്ഞു. കാരണം എന്താണ്, എഫ് റേസ്റ്റ് ടു എൻ പ്ലസ് 1 സീറോ ആയിരിക്കും ഏതൊരു n കൊടുത്താലും. ഓക്കെ, അത് ഓഡ് പവേഴ്സിനെല്ലാം സീറോ പോകും. ദെൻ പി 2n ഓഫ് എക്സ് ആണ്, അതായത് അതിൻ്റെ ആ സീരീസ് എന്താ വരിക, പോളിനോമിയൽ എന്താ വരിക, പി 2n plus 1 ഓഫ് എക്സ് രണ്ടും ഈക്വൽ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 1 minus 1 by 2 factorial into x minus pi by 2 square plus 1 by 4 factorial into x minus pi by 2 all raised to 4 plus etc. plus minus 1 all raised to n by 2n factorial into x minus pi by 2 all raised to 2n കിട്ടും. ഓക്കെ, then next find the Maclaurin series of for f of x at 1 log 1 plus x. Also find Taylor series polynomial, Taylor polynomial of order 0, 1, 2 and 3 generated by f at 0. അപ്പോൾ നമുക്ക് Maclaurin series കണ്ടുപിടിക്കണം. Maclaurin series എന്താണ്, ആക്ച്വലി ടൈലർ സീരീസിന് അതിൽ x is equal to 0 ആവുന്നതിന് കറസ്പോണ്ടിങ് വരുന്ന ടൈലർ സീരീസ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടൈലർ പോളിനോമിയൽ പി നോട്ടും പി 1ഉം പി 2 പി 3 കണ്ടുപിടിക്കാം. എഫ് ഓഫ് എക്സ് is equal to log 1 plus x ആയതുകൊണ്ട് എഫ് ഓഫ് 0 എന്തൊരു log 1 is equal to 0 വരും. എഫ് ഡാഷ് ഓഫ് എക്സ് 1 by 1 plus x വരും, അതിൻ്റെ എഫ് ഡാഷ് ഓഫ് 0 എന്ത് വരും 1 വരും. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ത് വരും മൈനസ് 1 by 1 plus x സ്ക്വയർ. നമ്മൾ എന്താ റേഷ്യോ ടെസ്റ്റ് കോഷൻ റൂൾ, അതായത് ഡെറിവേഷൻ്റെ കോഷൻ റൂൾ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അതിൻ്റെ എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 എന്ത് വരും മൈനസ് 1 വരും, എക്സെട്ര അങ്ങനെ പോകും. എഫ് റേസ് ടു എൻ ഓഫ് എക്സ് എന്ത് വരും, അതിന് nth ഡെറിവേറ്റീവ് എന്ത് വരും മൈനസ് 1 ഓൾ റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 1 ഫാക്ടോറിയൽ ബൈ 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു എൻ വരും. അതിൻ്റെ nth ഡെറിവേറ്റീവിന് 0 എടുക്കുമ്പോൾ വരും മൈനസ് 1 ഓൾ റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 1 ഫാക്ടോറിയൽ വരും. Hence the Maclaurin series generated by f of x at f of x equal to log 1 plus x. അതിന് ടൈലർ സീരീസിൽ എക്സിന് 0 കൊടുക്കാം. f of 0 plus f dash of 0 by 1 factorial into x plus f double dash of 0 by 2 factorial into x square plus etc. അങ്ങനെ പോകും. So that's equal to എന്ത് വരും 0 plus 1 by 1 factorial into x plus minus 1 by 1 2 factorial into x square plus 2 factorial by 3 factorial x square plus etc. minus 1 all raised to n minus 1 factorial by n factorial into x raised to n plus etc. x raised to n plus etc. അങ്ങനെ പോകും. So that's equal to എന്ത് വരും x minus x square by 2 plus x cube by 3 plus etc. plus minus 1 all raised to n minus 1 into x raised to n by n plus etc. പോകും. That's equal to sigma notation summation n equal to 0 to infinity minus 1 all raised to n minus 1 into x raised to n by n factorial എന്ന് വരും. ഓക്കെ, ഇത് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈലർ പോളിനോമിയൽ കണ്ടുപിടിക്കുക. അതായത് n equal to 0 ആകുമ്പോൾ n equal to 1 ആകുമ്പോൾ എന്താണ് n equal to 2 n equal to 3 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. That is a Taylor polynomial of order 0, 1, 2 and 3 are respectively p0 of x is equal to 0 വരും, p1 of x is equal to x വരും, p2 of x is equal to വരും x minus x square by 2 വരും, and p3 of x വരും x minus x square by 2 plus x cube by 3 വരും. ഓക്കെ, ക്ലിയർ. ദെൻ നമുക്ക് ഒരു ചെറിയ ടോപ്പിക് കൂടെ അതിന് കൂടെ വരുന്നുണ്ട്, കൺവേർജൻസ് ഓഫ് എ ടൈലർ സീരീസ്. ഒരു ടൈലർ സീരീസിൻ്റെ കൺവേർജൻസ് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? To understand when the Taylor series converge, we proceed as follows. Using fundamental theorem of calculus, we can write f of x is equal to f of x naught plus integral x naught to x f dash of t into dt നമുക്ക് കൊടുക്കാൻ പറ്റും. അതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. യൂസിങ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റഗ്രൽ എക്സ് നോട്ട് ടു എക്സ് മൈനസ് ടി എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി ഡി ടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്തായിരിക്കും എക്സ് മൈനസ് ടി എഫ് ഡാഷ് ഓഫ് ടി മൈനസ് ഇൻ്റഗ്രൽ എക്സ് നോട്ട് ടു എക്സ് മൈനസ് 1 ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ടി ഡി ടി വരും. ഇത് നമ്മൾ എക്സ് നോട്ട് ടു എക്സ് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് എന്ത് കിട്ടും മൈനസ് എക്സ് നോട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഇൻ്റഗ്രൽ എക്സ് നോട്ട് ടു എക്സ് എഫ് ഡാഷ് ഓഫ് ടി ഡി ടി. ഇവിടെ നമ്മൾ എക്സ് നോട്ട് ടു എക്സ് കൊടുക്കണേ, എക്സ് നോട്ട് ടു എക്സ് കൊടുക്കും, ആദ്യം എക്സ് കൊടുക്കുമ്പോൾ അത് 0 ആയിട്ട് അത് ഒഴിവായിട്ട് പോകും, ബാക്കി വരുന്ന ടേംസ് ആണ് ഇത് വരും. ദെൻ therefore integral x naught to x f dash of t dt equal to തരും x minus x naught into f dash of x naught plus integral x naught to x minus t f double dash of t dt. അതിൽ ഈ എഫ് ഡബിൾ ഡാഷ് ഈ സാധനത്തിന് പകരം നമ്മൾ ഈ സാധനം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. So equation 1 become f of x is equal to f of x naught plus x minus x naught into f dash of x naught plus f integral
x0 to x x minus t f double dash of t dt എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കാം. Note that the first two terms of the RHS of equation 2 equal to the first two terms of the Taylor series of f അല്ലെ. ടൈലർ സീരീസിന്റെ ഫസ്റ്റ് രണ്ട് ടേംസിനെ പോലെയാണ് ഇക്വേഷൻ 2-ലുള്ളത്. അഗൈൻ യൂസിങ് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ എഫ് ട്രിപ്പിൾ ഡാഷ് വരുന്ന ഈ ടേംസിൻ്റെ നമ്മൾ കണ്ടുപിടിക്കുക. ദാറ്റ്സ് ഈക്വൽ ഇൻറ്റഗ്രൽ x0 to x minus t square by 2 f triple dash of t dt എന്ത് വരും, ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുമ്പോൾ x minus t square by 2 into f double dash of t from x0 to x ആണ് ലിമിറ്റ് കൊടുക്കണേ. ഇൻറ്റഗ്രൽ x0 to x minus 1 x minus t f double dash of t dt സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, മൈനസ് x0 whole square by 2 into f double dash of x0 plus integral x0 to x minus t f double dash of t dt എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും, x minus x0 whole square by 2 into f double dash of x0 plus integral x0 to x minus t square by 2 into f triple dash of t dt വരും. ഇത് നമ്മൾ f triple dash of t നമ്മൾ ഇന്ന് കാൽക്കുലേറ്റ് കണ്ടുപിടിക്കുന്നു. അതിൽ ഇക്വേഷൻ 2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Then equation 2 become f of x is equal to f of x0 plus x minus x0 into f dash of x0 plus x minus x0 square by 2 into f double dash of x0 plus integral x0 to x minus t square by 2 into f triple dash of t dt വരും. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്രൊസീജിയർ നമ്മൾ n ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. Then we get f of x is equal to f of x0 plus f dash of x0 into x minus x0 plus f double dash of x0 into 2 factorial into x minus x0 square plus etc plus f raised to n of x0 by n factorial into x minus x0 all raised to n plus integral x0 to x minus t all raised to n by n factorial into f raised to n plus 1 of t dt വരും. ഇത്രയും ഭാഗം നോക്കുക. ഈ ലാസ്റ്റ് ടേം ഇൻ്റഗ്രൽ ടേം ഒഴികെ ബാക്കി എല്ലാ ഭാഗവും എന്താണ്, അതിൻ്റെ ഒരു ടൈലർ പോളിനോമിയൽ രൂപത്തിലാണ് അത് എന്ത് ചെയ്യുന്നത്, വരുന്നത് അല്ലേ. സോ നമുക്ക് വിച്ച് ഈസ് കാൾഡ് ടൈലർ ഫോർമുല വിത്ത് റിമൈൻഡർ ഇൻ്റഗ്രൽ ഫോം. ഓക്കെ, ഈ ടേം റിമൈൻഡർ ഇൻ്റഗ്രൽ ഫോം വരുന്ന അതിന് വിളിക്കുന്നത് ടൈലർ ഫോർമുല വിത്ത് റിമൈൻഡർ ഇൻ്റഗ്രൽ ടേം. ആ Rn of x ഈ ടേമിന് നമ്മൾ എന്ത് കൊടുക്കുക, Rn of x ആയിട്ട് എടുക്കുക. ദാറ്റ് ഈസ് ദ എക്സ്പ്രഷൻ Rn of x is equal to integral x0 to x minus t all raised to n by n factorial into f raised to n plus 1 into 1 of t dt equal to നമ്മൾ എന്ത് വിളിക്കും, ഇതിന് വിളിക്കുന്നവരാണ് റിമൈൻഡർ. ആൻഡ് എഫ് ഓഫ് എക്സ് എന്തായിട്ട് മാറും, ഈ സാധനത്തിന് നമ്മൾ Rn of x കൊടുക്കുമ്പോൾ summation k equal to 0 to n f raised to k of x0 by k factorial into x minus x0 all raised to k plus Rn of x വരും. ഇക്വേഷൻ 3 നോക്കാം. By second mean value theorem of integral calculus we can write Rn of x is equal to എന്ത് ചെയ്യാൻ പറ്റും, integral x0 to x minus t all raised to n by n factorial into f raised to n plus 1 of t dt നമുക്ക് f raised to n plus 1 of c into x0 to x integral x0 to x minus t all raised to n by n factorial dt കൊടുക്കാൻ പറ്റും. ഇതിന് ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കുക, ലിമിറ്റ് എടുക്കുക, സോൾവ് ചെയ്യുക. then we get f raised to n plus 1 of c into x minus x0 all raised to n plus 1 by n plus 1 factorial എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 4. For some point c between x0 and x substituting 4 in equation 3. ഇക്വേഷൻ 3 നമ്മൾ എന്ത് ചെയ്യുക, Rn of x പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, f of x is equal to summation k equal to 0 to n f raised to k of x0 by k factorial into x minus x0 all raised to k plus f raised to n plus 1 of c by n plus 1 factorial into x minus x0 all raised to n plus 1 കിട്ടും. ഓക്കെ, അതിന് ഇക്വേഷൻ നമ്പർ 5 കൊടുക്കുക. The formula 5 is called Taylor's formula with remainder in derivative form എന്ന് വിളിക്കും. This formula is reduced to usual mean value theorem when we take n equal to 0 when n equal to 0. Equation 5 become f of x is equal to f of x0 plus f dash of c into x minus x0. Then നമുക്ക് എന്നിട്ട് f dash of c equal to f of x minus f of x0 by x minus x0 ഇടും. അപ്പം അത് നമുക്ക് യൂഷ്വൽ മീൻ വാല്യൂ തിയറം നമുക്ക് കിട്ടും, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, for some c between x0 and x which is usual mean value theorem. Then if Rn of x, a remainder term Rn of x tending to 0 as n tending to infinity, then the formula 5 tells us the Taylor series of f will converges to f. അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 5 കൊടുക്കുക. അതിൽ നമുക്ക് ഈ ടേം ഉണ്ടല്ലോ Rn of x എന്ന ടേം, ആ ടേം ടെൻഡിങ് ടു 0 ആണ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി എങ്കിൽ നമുക്ക് ആ സീരീസ് കൺവേർജസ് ടു ദി ഫംഗ്ഷൻ എഫ് നമുക്ക് പറയാൻ പറ്റും. ടൈലർ സീരീസ് കൺവേർജസ് ടു ദി ഫംഗ്ഷൻ എഫ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതാണ് കൺവേർജൻസ് ഓഫ് ടൈലർ സീരീസ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും, കറക്റ്റായിട്ട് എല്ലാ സംഭവവും മനസ്സിലാക്കുക.